ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാർ, ആണ്ടുവട്ടത്തിലെ 26-ാം ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ് നാം വിചിന്തനം ചെയ്യുന്നത്. ഒരിക്കൽ സെമിനാരി വിദ്യാർത്ഥികളായ ഞങ്ങൾ ചില പുരോഹിതന്മാർക്ക് വന്ന് നിർത്ത നീല ഏറുമേൽ കത്തുകൾ നിശബ്ദമായി അടയാളപ്പെടുത്തുകയായിരുന്നു. അവരുടെ ശുശ്രൂഷകൾ അഭിവൃദ്ധി പ്രാപിക്കുന്നുവെന്ന് ഉറപ്പാക്കുന്ന ഉപകാരികളുടെ ദൃശ്യങ്ങളായ തെളിവുകൾ ഞങ്ങൾ അവരെ അഭിനന്ദിച്ചു. ഒരുപക്ഷെ അവരോട് അസൂയപ്പെട്ടിരിക്കാം. ഇന്ന് ഞങ്ങൾ കത്തുകൾക്കായിട്ടല്ല, മറിച്ച് ഞങ്ങളുടെ പാസ്പോർട്ടുകളിലെ സ്റ്റാമ്പുകൾക്കായി തിരയുന്നു. സഭയിലെ വിജയം ഭൗതിക അഭിവൃദ്ധിയും ആഗോള വ്യാപ്തിയും കൊണ്ടാണ് അളക്കുന്നത്. എന്നിരുന്നാലും സുവിശേഷം നമ്മെ യഥാർത്ഥത്തിൽ പ്രാധാന്യമുള്ളത് മാത്രം കണക്കാക്കുവാൻ ക്ഷണിക്കുന്നു. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ തിരുവെഴുത്ത് ദൈവത്തെ അടിച്ചമർത്തപ്പെടുന്നവരുടെ സംരക്ഷകനായി നാമകരണം ചെയ്യുന്നു. ആമോസ് പ്രവചിച്ചു, ദരിദ്രരെ ചവിട്ടിമതിക്കുകയും ദേശത്തിലെ ദരിദ്രരെ തകർക്കുകയും ചെയ്യുന്നവർക്ക് കഷ്ടം. സങ്കീർത്തനങ്ങൾ പാടുന്നു, കർത്താവ് അപരിചിതരെ സംരക്ഷിക്കുന്നു, അനാഥനെയും വിധവയെയും പരിപാലിക്കുന്നു. സിനഗോഗിൽ യേശു തൻ്റെ ദൗത്യം പ്രഖ്യാപിക്കുകയാണ്. ദരിദ്രർക്ക് സന്തോഷവാർത്ത അറിയിക്കുക, തടവുകാർക്ക് സ്വാതന്ത്ര്യം, പീഡിതർക്ക് സ്വാതന്ത്ര്യം. ഒരു പുൽത്തൊട്ടിയിൽ ജനിച്ച് സ്വത്തുക്കളില്ലാതെ മരിക്കുമ്പോൾ നമുക്ക് അവൻ്റെ സമ്പത്തിൽ പങ്കുചേരുവാൻ അവൻ ദാരിദ്ര്യത്തെ സ്വീകരിച്ചു. എൻ്റെയും ലാസറിൻ്റെയും ഉപമയിൽ നമ്മുടെ കർത്താവ് ക്രൂരതയല്ല, നിസ്സംഗതയാണ് നമ്മുടെ സ്വന്തം വാതിൽപ്പടിയിൽ കഷ്ടപ്പാട് കാണുന്നതിൽ പരാജയപ്പെടുന്നതിനെ. ഇത് ഒരു ഐച്ഛിക പഠിപ്പിക്കലല്ല, മറിച്ച് ദാരിദ്ര്യത്താൽ പീഡിപ്പിക്കപ്പെട്ടവൻ സഭയുടെ ഭാഗത്തു നിന്ന് ഒരു മുൻഗണനാ സ്നേഹത്തിൻ്റെ ലക്ഷ്യമാണ്. അത് മതബോധന ഗ്രന്ഥം സ്ഥിരീകരിക്കുകയാണ്. വിശുദ്ധ അംബ്രോസ് മുന്നറിയിപ്പ് നൽകി, നിങ്ങൾ ദരിദ്രർക്ക് നിങ്ങളുടേത് നൽകുന്നില്ല, നിങ്ങൾ അവരുടേത് പുനഃസ്ഥാപിക്കുകയാണ്. അഗസ്റ്റിൻ പ്രഖ്യാപിച്ചു, സമ്പന്നരുടെ അധിക ഭാഗം ദരിദ്രരുടെ ആവശ്യങ്ങളാണ്. നമ്മുടെ കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ ആഹ്വാനം പ്രതിധ്വനിപ്പിക്കുന്നു. സഭ ദരിദ്രർക്ക് വേണ്ടിയും ആയിരിക്കണം. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഭാരങ്ങളായിട്ടല്ല, മറിച്ച് സുവിശേഷ ഹൃദയത്തിൻ്റെ വാഹകരായി കണക്കാക്കണം. എന്നിരുന്നാലും പലപ്പോഴും നമ്മുടെ ഇടവുകൾ ആശ്വാസത്തിലുള്ള സങ്കേതങ്ങളായി മാറുന്നു. നമ്മുടെ ബജറ്റുകളും മുൻഗണനകളും കഷ്ടപ്പെടുന്നവരുടെ ആവശ്യങ്ങളെക്കാൾ നമ്മുടെ ആശ്വാസത്തെ പോഷിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ദൗത്യത്തിൽ പങ്കാളികളാകുന്നതിന് പകരം ദരിദ്രരുടെ നിഷ്ക്രിയ സ്വീകർത്താക്കളായി ഞങ്ങൾ കണക്കാക്കുന്നു. നീതിയുടെ ആഴമേറിയ പ്രവർത്തനത്തെ അവഗണിക്കുമ്പോൾ ദ്രുത പരിഹാരങ്ങൾ, ഭക്ഷണശേഖരണങ്ങൾ തുടങ്ങി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ദരിദ്രർക്കുള്ള ഓപ്ഷൻ ദാനധർമ്മത്തേക്കാൾ കൂടുതൽ ആവശ്യപ്പെടുന്നു. അത് നമ്മെ ലാളിത്യത്തിലേക്ക് വിളിക്കുന്നു. നമ്മുടെ അയൽക്കാർക്ക് അടിസ്ഥാന ആവശ്യങ്ങളില്ലാത്തപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന ബാർബോബുകൾ, ആഡംബര കാറുകൾ, ഏറ്റവും പുതിയ ഗാഡ്ജറ്റുകൾ എന്നിവ ഞങ്ങൾ പിന്തുടരുന്നു. ക്രിസ്തീയ സാക്ഷ്യം ലാളിത്യത്തിൽ തിളങ്ങുന്നു. പൂഴ്ത്തിവെക്കുന്നതിന് പകരം പങ്കിടൽ, സ്വത്തുക്കളേക്കാൾ ആളുകളെ വിലമതിക്കൽ, ആഡംബരത്തേക്കാൾ സ്നേഹത്തിൽ സന്തോഷം കണ്ടെത്തൽ. നമ്മുടെ കർത്താവ് തൻ്റെ പ്രവേശനത്തിനായി ഒരു എളിയ കഴുതയെ തിരഞ്ഞെടുത്തെങ്കിൽ ആഡംബര യാത്രയ്ക്ക് നാം എത്രമാത്രം മുൻഗണന നൽകണം. ഒരു പ്രണയപരമായ ഭൂതകാലത്തിനായുള്ള ആഗ്രഹമല്ല, മറിച്ച് ഒരു സജീവ സുവിശേഷമാണ്. ഹെയ്ത്തിയിൽ സിസ്റ്റർ മെർലിൻ മേരി മിൻറ്റർ 2010 അവരുടെ ക്ലിനിക്ക് തകർന്നു, അവരുടെ ഫണ്ടുകൾ തീർന്നു. എന്നിട്ടും അവർ കഷ്ടപ്പാടുകൾ ഉപേക്ഷിക്കുവാൻ വിസമ്മതിച്ചു. അവർ പള്ളിമുറ്റങ്ങളെ റേജ് ടെൻഡറുകളാക്കി മാറ്റി, ഫാർമസിസ്റ്റുകളുമായി ക്രെഡിറ്റ് ചർച്ച നടത്തി, അന്താരാഷ്ട്ര സഹായം ആദ്യം ദരിദ്രരായ അയൽപക്കങ്ങളിലേക്ക് എത്തുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തി. പ്രിവിലേജിലൂടെയല്ല, മറിച്ച് പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടുള്ള ഐക്യദാർഢ്യത്തിലൂടെയാണ് അവർ ജീവൻ രക്ഷിച്ചത്. അപ്പോൾ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, ഇന്ന് നമ്മുടെ കവാടത്തിലെ ലാസർ ആരാണ്? നമ്മുടെ അയൽപക്കങ്ങളിലെ കുടുംബങ്ങളിലും നമ്മുടെ പീഠങ്ങളിലും പോലും നാം ആരെയാണ് കാണാതെ കടന്നു പോകുന്നത്? ദരിദ്രർക്കുള്ള മുൻഗണനാ ഓപ്ഷൻ നമ്മുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ നിർദ്ദേശിക്കുന്നു. ലളിതമായി ജീവിക്കുക, ഉദാരമായി നൽകുക, ധൈര്യത്തോടെ വാദിക്കുക. അവരുടെ നിലവിളി നമ്മുടെ വീടുകളിലും ഇടവകളിലും എല്ലാ തിരഞ്ഞെടുപ്പുകളെയും
പരിവർത്തനപ്പെടുത്തുവാൻ അനുവദിക്കുക. ദിവ്യകാരുണ്യമാണ് ഈ പരിവർത്തനത്തെ നിർബന്ധിക്കുന്നത്. നമ്മുടെ അയൽക്കാരൻ്റെ വിശപ്പിനെ അവഗണിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ജീവൻ്റെ അപ്പം ഭക്ഷിക്കുവാൻ സാധിക്കും? യാഗപീഠത്തിലെ ക്രിസ്തുവിൻ്റെ ശരീരത്തെ ബഹുമാനിക്കുവാനും ദരിദ്രരുടെ കഷ്ടപ്പാടുള്ള മാംസത്തിൽ അവനെ തിരിച്ചറിയിക്കുവാനും നമുക്കെങ്ങനെ കഴിയും? പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തുവിനെ സ്നേഹിക്കുക എന്നാൽ ദരിദ്രനെ സ്നേഹിക്കുക എന്ന് തന്നെയാണ്. ക്രിസ്തുവിനെ സേവിക്കുക എന്നാൽ ദരിദ്രനെ സേവിക്കുക എന്നാണ്. ദരിദ്രരെ അവഗണിക്കുക എന്നാൽ ക്രിസ്തുവിനെ തന്നെ അവഗണിക്കുക എന്നതാണ്. ഈ ദിവ്യ ആഹ്വാനത്തിന് മുൻപ് ഒരിക്കൽ നമ്മെ സ്വാധീനിച്ച ആ കത്തുകളും പാസ്പോർട്ടുകളും മങ്ങി നമ്മുടെ ശുശ്രൂഷയുടെയും നമ്മുടെ വിശ്വാസത്തിൻ്റെയും നമ്മുടെ സാക്ഷ്യത്തിൻ്റെയും യഥാർത്ഥ അളവ് ദരിദ്രരുടെ നിലവിളിയോടുള്ള നമ്മുടെ പ്രതികരണത്തിലാണ്. നമ്മുടെ കണ്ണുകൾ നമ്മുടെ കവാടത്തിൽ ലാസറിലേക്ക് തുറക്കപ്പെടട്ടെ. നമ്മുടെ ഹൃദയങ്ങൾ നിസ്സംഗതയിൽ നിന്ന് അനുകമ്പയിലേക്ക് രൂപാന്തരപ്പെടട്ടെ. നമ്മുടെ സഭ യഥാർത്ഥത്തിൽ ദരിദ്രർക്ക് വേണ്ടിയും ആയിത്തീരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് വേണ്ടി ദരിദ്രയായ കർത്താവ് ഈ പാതയിലൂടെ നടക്കുവാൻ നമുക്ക് കൃപ നൽകട്ടെ. അങ്ങനെ അവന് മുൻപാകെ നിൽക്കുമ്പോൾ ഇവരിൽ ഏറ്റവും ചെറിയവർക്ക് വേണ്ടി നീ ചെയ്തതെല്ലാം എനിക്ക് വേണ്ടിയാണ് നീ ചെയ്തത് എന്ന് കേൾക്കട്ടെ. ആമേൻ. Echoes of the word echoing Christ in every heart where silence speaks and every voice matter. Rooted in Carmelite contemplation and creative prophecy reflections, visuals and captions. Crafted with love and multilingual. Inclusive. Spirit-led. You are not just a viewer, you are part of the echo. Join a community that honors every voice. Let the word resound through hearts, screens, and lives. Welcome home. May every post be a prayer, every image a window to grace. Subscribe, share, commit. Prayer requests and mass intentions. We believe in the power of prayer and the grace of community. If you'd like us to lift your intentions in prayer or include them in our mass offerings, you can write to us. Email echosofttheword@proton.me. Mobile phone WhatsApp +918981223485.